ഇത് ഈ സാരി കിട്ടിയിട്ട് ഏതാണ്ട് ഒരു 10-25 വർഷത്തോളം എനിക്ക് ഈ സാരി കിട്ടിയിട്ടാണ്. പക്ഷെ ഈ സാരി എന്ന് പറയണത് എന്റെ വലിയ ഒരു എന്റെ കല്യാണത്തിനൊക്കെ കിട്ടുന്ന കല്യാണ മന്ത്രകോടി പോലത്തെ ഒരു സാരിയാണ്. എനിക്ക് പട്ട് സാരി ഇല്ലാതിരുന്ന സമയത്ത് എന്റെ ചേച്ചിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ പട്ട് സാരി ഇതുവരെ ഉടുത്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ഒരു വർഷം ശരി ശാന്തിനി, ഞാൻ ശാന്തിനിക്ക് ഒരു സാരി തരാമെന്ന് പറഞ്ഞു. പക്ഷെ അവര് ഒരു പാല് കാച്ചിന് പോവാനാണ്, അവരൊക്കെ വലിയ ആൾക്കാര് വലിയ ഫംഗ്ഷനൊക്കെ പോകാൻ വേണ്ടിയിട്ട് എടുത്ത സാരിയാണ്. അപ്പൊ എനിക്കൊരു പട്ട് സാരി തന്നു. പക്ഷെ ആ പട്ട് സാരി എടുത്തുകൊണ്ട് ഞാൻ കിഴക്കേക്കോട്ട വരെ എത്തിയപ്പോ മക്കളെ ആ സാരിയുടെ ബോർഡർ അത്രയാണ്. അപ്പൊ അത് കീറിപ്പോയി. എനിക്ക് അത് ഊരിക്കളഞ്ഞ് നിവർത്തിയില്ല, എനിക്ക് എടുത്തോണ്ട് പോകാൻ നിവർത്തിയില്ല. തിരിച്ച് ഞാൻ എങ്ങനെയൊക്കെ വാരി കയ്യിലൊക്കെ വാരി എടുത്തുകൊണ്ട് തിരിച്ച് ഞാൻ പാല് കാച്ചിന് ഞാൻ പോയില്ല. തിരിച്ച് ഞാൻ വീട്ടിൽ പോയി, ബസ്സിൽ കയറി ഞാൻ വീട്ടിൽ പോയി. പിറ്റേ ദിവസം ഞാൻ ഇതുപോലെ പറഞ്ഞു, എനിക്ക് പാല് കാച്ചിന് പോകാൻ പറ്റിയില്ല, ഒരു സാരി ഒരു ചേച്ചി എനിക്ക് കൊടുക്കാൻ തന്നു. പക്ഷെ ആ സാരി കൊടുത്തുകൊണ്ട് ഞാൻ കിഴക്കോട്ട ചെന്നപ്പോ അത്ര കീറിപ്പോയി. പിന്നെ ഞാൻ ആ സാരി കയ്യിൽ വാങ്ങി എടുത്ത് അടുത്ത ബസ് കയറി ഞാൻ എന്റെ വീട്ടിൽ പോയി പറഞ്ഞു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ്, ഞാൻ നിനക്കൊരു സാരി തരാം, നീ അതെടുത്ത് നിൽക്കുകൊണ്ട് നീ പോന്ന് പറഞ്ഞു. അപ്പോഴത്തേന് മക്കളെ എനിക്കൊരു സാരി, ആ സാരിയാണ് ഇരിക്കുന്നത്. പക്ഷെ എന്റെ കയ്യിൽ ഈ സാരി കിട്ടിയിട്ട് 25 വർഷത്തിൽ കൂടുതലായി. ഇന്ന് ഞാനൊരു നിധി പോലെ വെച്ചു. കാരണം അന്ന് ഒരാൾ തന്ന സാരി ഉടുത്തത് കീറിയ ആ ഓർമ്മ എനിക്കുണ്ട്. രണ്ടാമത്തെ ഒരു ചേച്ചി എനിക്ക് തന്ന ഒരു സാരി, അത് ഞാൻ സ്വപ്നം പോലെ വെച്ചുകൊണ്ട് നടക്കുകയാണ്. എന്റെ കയ്യിൽ കിട്ടിയിട്ട് 25 വർഷമായി. ഈ സാരി ഞാൻ ഏതെങ്കിലും കല്യാണങ്ങൾക്ക് പോകുമ്പോൾ ഉടുക്കും, അതുപോലെ തേച്ച് മടക്കണം. ഇതെന്റെ ഈ സാരി എന്റെ വളരെ സ്വപ്നം. പട്ടെന്ന് പറയണത് കയ്യിലെടുത്ത് ഉടുക്കണ സാരി എന്ന് പറഞ്ഞാൽ ഇതാണ്. അതിനുശേഷം എനിക്ക് പട്ടു സാരിയൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്റെ ഓർമ്മയിൽ ആദ്യമായിട്ട് കിട്ടിയതുകൊണ്ട് ഇത് ഞാൻ വളരെ സൂക്ഷിക്കാൻ. എന്റെ മരണത്തോടൊപ്പം ഈ സാരി അത്ര നിധിയായ ഒരു സാരിയാണ്.